ഓർമ്മകളെ മഴമഞ്ചൽ കൊണ്ടുവരൂ കൊണ്ടുപോകൂ ഞങ്ങളെ. ആറുവേ ബുക്ക് എടുത്തോണ്ട് വാടി. ആ ഇത് നോക്കിക്കൊണ്ട് പോണത് ഇതിന് പറ. നോക്കിയാതെ ഉറക്കം വായിക്കടാ. ആ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് പോണം കേട്ടോ. ഇത് പോയി ഹലോ ചേട്ടൻ ചെല്ലി ചേട്ടാ. കുറച്ച് അടങ്ങി വായിക്കുക കേട്ടാ. പാറുവേ പാറു പാറുവേ ബുക്ക് കൊടുത്തിട്ട് വാടി പാറു. ബുക്ക് എവിടെ? അവിടെ വെച്ചിട്ട് എന്തിനു ബുക്ക് കൊടുത്തിട്ട് വരേ? തിന്നാൻ. പാറുവേ നീ ചെന്ന് ബുക്ക് എടുത്തോണ്ട് വെച്ചല് എന്റെ ഏതെങ്കിലും മേടിക്കും. എന്താടേ അച്ഛാ പഠിക്കാൻ ബുക്ക് എടുത്തോണ്ട് വരാൻ പറഞ്ഞ അഭ്യാസം കാണിക്കണ അച്ഛാ. മക്കളെ പാറവേ ബുക്ക് എടുത്ത് വെച്ച് പഠി അല്ലേ പോ. പാറുവേ ഫിസിക്സ് ബുക്ക്. എടീ നിന്റെ ഏതെങ്കിലും ഒരു ബുക്ക് എടുത്തോണ്ട് വാ. എടീ നിന്റെ എല്ലാ സാധനവും എടുത്തോണ്ട് വാടി. വടി വേണോ? മക്കളെ പാറവേ മക്കളെ നല്ല കുട്ടിയായിട്ട് വന്നിരുന്ന് പഠിക്കേ. ശരി ABCD പഠി. 1 2 3 ABCD എന്തെങ്കിലും ഒന്ന് പഠിക്കൂ. ഇത് നടക്കൂല. അമ്മയെ വിളിച്ചാലേ പറ്റൂ. അമ്മ അമ്മ അമ്മയെ പഠിപ്പിക്കാൻ സമയമില്ല. അമ്മ എന്താടാ അമ്മ കണ്ടമ്മ ഈ സാധനം ഒരു രക്ഷയില്ല. പഠിക്കണില്ലേ? ഞാൻ പഠിക്കുവാ. ആ കുഞ്ഞ് പഠിക്കുവാ അല്ലേ? നീലുവേ ഓ അമ്മ വിളിച്ചിരുന്നു. എന്തേ? പിള്ളേരൊക്കെ ഒന്ന് കാണണമെന്ന്. ആ പ്രത്യേകിച്ച് ഈ സാധനത്തിന്. എന്റെ അടുത്താണ് എല്ലാവർക്കും സ്നേഹം. ഒരാഴ്ച നീ നെയ്യാറ്റിക്കരെ പോയി നിക്ക്. ഈ സ്നേഹമൊക്കെ അങ്ങ് മാറിക്കോളും കേട്ടോ. നീ എന്റെ പുറകെ പോന്നാ? അയ്യോ അത് അമ്മ വന്നപ്പോ ഞാൻ അറിയാതെ ഇങ്ങ് വന്നതാ. ഒരു കട്ടൻ ചായ എടുത്താണ്. അപ്പൊ നിങ്ങൾ ജംഗ്ഷനിൽ പോയപ്പോ ചായ കുടിച്ചില്ലായിരുന്നോ? അത് ചായയല്ലേ, ഒരു കട്ടയുടെ. ഓ ഈ അച്ഛനെ ഉണ്ടല്ലോ ഈ ചായയും കട്ടൻ ചായയും കിട്ടാത്ത ഏതെങ്കിലും ലോകത്ത് കൊണ്ടിടണം. ആ ഇപ്പോഴും അവളെ ചിന്ത അച്ഛനെ വെള്ളം കിട്ടാത്തടത്ത് കൊണ്ടിടണം അല്ലേടി. വെള്ളം കിട്ടാൻ അച്ഛൻ ചാവണം. അത്ര ചായ തരാം. അതാ വെള്ളി മുങ്ങ. ഇവിടെ എന്താടാ പ്രശ്നമാണോ? പഠിക്കണമൊന്നുമില്ലേ? എവിടെ ബുക്ക് എടുത്തോണ്ട് വരാൻ പറഞ്ഞപ്പോ തന്നെ 2 തത്തിക്കളി. ഇത് ആര് പറയുന്നേ? ദേ കൊച്ചേ ഞാനെങ്ങനെയും പഠിപ്പിക്കാൻ ഇരുത്തിയാണ്ടല്ലോ നീ നിക്കറിലും മുള്ളും കേട്ടാ. എന്ത് കിണിക്കണേ? ഇതേ ചോദിച്ചു നോക്ക് ഞാൻ അംഗനവാടിയിൽ എങ്ങനെയായിരുന്നു. എന്റെ പൊന്നി ചേച്ചി അംഗനവാടി കഥ മാത്രം പറയല്ലേ. എന്താടാ നിനക്ക് അംഗനവാടി ഒരു പുച്ഛം? ചേച്ചി കേട്ടിട്ട് മടുത്ത് കേൾക്കാനുള്ള ത്രാണിയില്ല. അമ്മ പഠിക്കുക കേട്ടാ. ചേച്ചി തരാം. ചേച്ചി അടുക്കളയിൽ പോ. അയ്യോ പാറു അമ്മൂമ്മ പറയണ്ട ഞാൻ പൊക്കോളാം. എന്ത് സാധനമാണ് ദൈവമേ. നീ പഠിക്കണില്ലേ? എനിക്ക് ഉറക്കം വരുന്നോന്നൊരു സംശയം. അയ്യടാ അത് വെറും സംശയമാണ് കേട്ടാ. ഇരുന്ന് പഠി. ഈ മാസവും നെയ്യാറ്റിങ്കര പോകാൻ പറ്റൂല. അമ്മ അച്ഛനെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സൈറ്റിൽ പെയിന്റ് അടിയുണ്ട്. ആ ഈ പെയിന്റ് കൊണ്ട് കഴിയുമ്പോഴത്തേക്കും അടുത്ത സൈറ്റിലെ വർക്ക്, അത് കഴിയുമ്പോഴത്തേക്കും നിർത്തി വെച്ചിരിക്കുന്ന സൈറ്റിലെ വർക്ക്. എൻ്റെ അച്ഛനെ ഇങ്ങനെ സൈറ്റോട് സൈറ്റായിട്ട് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. വല്ലപ്പോഴെങ്കിലും നെയ്യാറ്റിക്കരെ പോവാച്ചാ. ദിവസം എനിക്ക് പണിയുണ്ട്. ദിവസം പോവുകയും ചെയ്യണം. മുടങ്ങി കഴിഞ്ഞാൽ അവിടെ നിന്ന് അടിച്ച് പുറത്താക്കും. നിങ്ങൾക്ക് സൈക്കിളില്ല അല്ലടി, കുറച്ച് കട്ടാൻ തന്നെ എൻ്റെ കാര്യം. അല്ല അച്ഛനും അമ്മനെയും കാണാനായിട്ട് സങ്കടമൊന്നുമില്ലേ? ഞാൻ സഹിച്ചോളാം, ഞാൻ പോയി കണ്ടോളാം. നിനക്ക് നീ സങ്കടപ്പെടണ്ട കേട്ടാ. ഈ ഇവർക്ക് എൻ്റെ പൂർവ്വ വൈരാഗ്യം ഉണ്ട് കേട്ടോ. മുൻജന്മ ശത്രുവാണ്. ബാലുവിന് കട്ടചായല്ല വേണ്ടത്. പോയിരിക്കും, ഞാൻ കൊണ്ടുതരാം. ചെല്ലാം കൊണ്ട് രാവിലെ തന്നെ യുദ്ധം തുടങ്ങിയിട്ടുണ്ട്. അച്ഛനെ അറിയാൻ പാടില്ല. അച്ഛനായിട്ടിടയ്ക്ക് ഇങ്ങനെ കൊമ്പ് ഓർത്തിട്ട് സമാധാനം കിട്ടൂലെന്നേ. കാണിച്ചു കേട്ടാ. അമ്മ വെള്ളം എടുത്ത് കൊടുക്കില്ല വെച്ചു. തമ്പ്രാട്ടി പഠിച്ച് തളർന്നാ? ഇവള് പഠിച്ചു തളരില്ല, ഇവളെ പഠിപ്പിക്കുന്നവര് കുറച്ച് തളരും. ഇല്ല മോളെ? വെള്ളം എനിക്ക് ചൂടുവെള്ളം വേണം. ആ ചൂടുവെള്ളം കുടിക്കണം, നല്ലതാണ്. പിള്ളേരെ ചൂടുവെള്ളം കുടിക്കണം. അതിലേക്ക് ഇത് മിക്സ് ചെയ്യാ. അല്ലെങ്കിൽ എനിക്ക് പാല് മതി. ഇത് കണ്ടാ അമ്മ കൊച്ചു പറയണത്. കൊച്ചിന് പാലോട്. അയ്യോ പാലെന്ന് പറഞ്ഞ മുഖം തിരിക്കുന്ന കക്ഷിയായിരുന്നു. എന്ത് പറ്റി ഇപ്പൊ പാലൊക്കെ? പാല് ഒരു പ്രാവശ്യം കുടിച്ചല്ലേ, ഇനി കുടിക്കണ്ട കേട്ടാ. പാല് മതി. പാലില്ല. എന്താണ് വെള്ളം കുടിക്കാൻ പോയാൽ ഇതുവരെ കൊണ്ട് എത്തിയില്ല. ആ അവിടെ എത്താതിരിക്കാൻ വേണ്ടി ഇവിടെ ഇല്ലാത്ത സാധനങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക. ഞാൻ വെള്ളം കുടിച്ചില്ല. മോള് ചെല്ല്, വെള്ളം പുറകെ വരും കേട്ടാ. വലിയ കഷ്ടം തന്നെ, പാല് പോലില്ല. കഷ്ടം, കൊച്ചിനൊന്നും കൊടുക്കുന്നില്ല. അതെ ഞാനൊരു കാര്യം ചെയ്യാം. ഇഞ്ചിനടുത്ത് പറഞ്ഞിട്ട് ഒരു 3 ദിവസം അവധി എടുത്ത് നേരിങ്ങനെ പോവാം. 3 ദിവസം അവധി. ഒരു ദിവസം അങ്ങോട്ട് യാത്ര, ഒരു ദിവസം ഇങ്ങോട്ട് യാത്ര,
അല്ല ഒരു ദിവസം അവിടെ നിൽക്കും, ഒരു ദിവസം ഇങ്ങോട്ട് തിരിച്ചു വരും അല്ലേ? എന്താടേ ഒരു ദിവസം അങ്ങോട്ട് യാത്ര, 4 ദിവസമായില്ലേ? എടാ, ഒരു ദിവസം അങ്ങോട്ട് യാത്ര, ഒരു ദിവസം അവിടെ നിൽക്കും, ഒരു ദിവസം ഇങ്ങോട്ട് തിരിച്ചു വരും. 3 ദിവസം തീർന്നു. ആ ഓക്കെ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഒരു ടാക്സി പിടിച്ച് പോവാം. എന്നിട്ട് 2 ദിവസം നിന്നിട്ട് പിറ്റേ ദിവസം ആ ടാക്സി തന്നെ തിരിച്ചു വരാം. ടാക്സി പിടിച്ച് പോവാനാ? ആ. എത്ര ആവുന്നറിയോ പൈസ? നിനക്ക് നിന്റെ അപ്പൂപ്പനും അമ്മയും കാണണ്ടേ? ആ, അവൾക്ക് അമ്മായിയപ്പനും അമ്മായിമ്മയും കാണാം, എനിക്ക് എൻ്റെ അച്ഛനമ്മയും കാണാം, എൻ്റെ പശുവിനെയും കാണാം. എന്ത് അപ്പോൾ പൈസ മുടക്കാൻ വലിയ പാടാണ്? വണ്ടി ചെലവ് നിങ്ങളുടെ. അല്ല അപ്പൊ അച്ഛനാ? ഞാൻ വഴി ചെലവ്. വഴിച്ചെലവ് എന്ന് പറയുമ്പോ രാവിലെ 5 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. ആ ഒരു 9 മണിയാകുമ്പോൾ നല്ല ചൂട് മസാല ദോശയും വടയും ചായയും വാങ്ങിച്ചു തരും. 10 മണിയാകുമ്പോൾ വീടെത്തും. എന്ത് പറയണത്? ഓക്കെ. അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ച് ഒരു 5 മണിയാകുമ്പോൾ ഇങ്ങോട്ട് തിരിച്ചു പോരും. എന്നിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് നമ്മളൊരു 9 മണിയാകുമ്പോൾ കയറി ദോശ കഴിക്കും. ഒരു 10-11 മണിയാകുമ്പോൾ ഇവിടെ എത്തും അല്ലേ? തീർന്നു, ചെലവ് തീർന്നു. എന്ത്? ഒന്നുമില്ല, ദോശ കഴിക്കാൻ വേണ്ടി നെയ്യാറ്റിക്കിട്ട് അവരെ പോകേണ്ട ആവശ്യമുണ്ടാവും. ഓ ശരി. അപ്പൊ നീ എൻ്റെ അമ്മയച്ഛനെ കാണാൻ വേണ്ടി പോവല്ലേ? ദോശ കഴിക്കാൻ വേണ്ടി പോകണല്ലേ? അല്ല, ചെലവിന്റെ കണക്ക് പറഞ്ഞോണ്ട് പറഞ്ഞതാ. എന്റെ അച്ഛാ നമിച്ച് ഞാൻ ചപ്പോനോ. സമ്മതിക്കണം അച്ഛോ. എന്താ ചേച്ചിയുടെ പഠിപ്പിക്കണ്ട, അതെന്താ? ചുമ്മാ പേടിപ്പിക്കുന്ന അമ്മ. പാറുവേ പാടി പഠിക്കാ. കണ്ടോ അമ്മ? എന്തോന്ന്? എന്നെ പേടിപ്പിക്കുന്ന കണ്ടോ? ഡേയ്, കൊച്ചിനെ പേടിപ്പിക്കടാ. ശരി, കൊച്ചിനെ പേടിപ്പിക്കണില്ല, പേടിപ്പിക്കാതെ പഠിപ്പിക്കാം. പാ. എന്നെ കേശു പഠിപ്പിക്കണ്ട, പിന്നെ ആര് പഠിപ്പിക്കണം? ലച്ചി ചേച്ചി പഠിപ്പിച്ചാ മതി. പഠിപ്പിച്ച് ഞാൻ തന്നെ പഠിപ്പിക്കണോ അല്ലേ? എന്ത് ബാ. കുഴപ്പം? എന്ത്? എനിക്കൊരു കുഴപ്പമില്ല. ബാ. നിന്നെ പഠിപ്പിക്കാൻ ഇതുപോലെ കാലം പാടുപെട്ടില്ല. പിന്നെന്ത്? അച്ഛാ കൊണ്ടുപോ. തിരിച്ചടിക്കാണല്ലേ? ബാ ചേച്ചിപ്പോ പഠിപ്പിക്കാം. ബാ കൊച്ചേ. അവളാണ് പഠിപ്പിക്കാൻ പോണത്.